സിംഗിൾ. സോ ആരെയും റിലേഷൻഷിപ്പ് സ്റ്റേറ്റസിനെ പറ്റിയിട്ടല്ല പറയുന്നത്. തെലുങ്ക് നിന്ന് റിലീസായ റോം കോം ആണ് സിംഗിൾ. നമ്മുടെ ലവ് ടുഡേ ഫെയിം ആയ ഇവാനെയാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ശ്രീ വിഷ്ണുവിന്റെ പടമാണ്. എന്റർടൈനിങ് സ്റ്റാർ ശ്രീ വിഷ്ണു എന്നാണ് അവർ ടാഗ് ലൈൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. പടം കണ്ടു കഴിഞ്ഞാൽ വെറുപ്പിക്കൽ സ്റ്റാർ ശ്രീ വിഷ്ണു ആണ് തോന്നും. സോ പടം ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരുവിധ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. തമിഴ് മലയാളം ഒക്കെ ഉണ്ട് തോന്നുന്നു. സോ ഞാൻ തമിഴാണ് കണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. കിടിലം പടം എന്നും പറയാൻ പറ്റില്ല, എന്നാൽ ബോർ പടം എന്നും പറയാൻ പറ്റില്ല. കുറച്ച് ചിരിക്കാനൊക്കെ ഉള്ള ഒരു പടം. സോ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, സിംഗിൾ ആയി നടക്കുന്ന നമ്മുടെ നായകൻ ഒരു ദിവസം മെട്രോയിൽ വെച്ചിട്ട് നായികയെ കണ്ടുമുട്ടുകയാണ്. നമ്മുടെ കർമ്മം കൺട്രാവി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തന്നെയാണ് ഇതിലും കാണിക്കുന്നത്. യൂഷ്വലി എല്ലാ പടത്തിലുള്ള സാധനമാണ്. അത്രയും നേരം ഒരു തുള്ളി കാറ്റ് പോലും, ഒരു ഇല അനക്കാനുള്ള കാറ്റുണ്ടാവില്ല. എന്നാൽ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് വരുമ്പോൾ മാത്രം ഒരു കൊടുങ്കാറ്റ് അങ്ങോട്ട് അടിക്കും. പൂട്ടിക്കെട്ടിയ മെട്രോന്റെ ഉള്ളിൽ എവിടുന്നാണ് കൊടുങ്കാറ്റ് വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ പിന്നീട് അങ്ങോട്ട് പൂച്ച മത്തിത്തല കണ്ട പോലെ തന്നെ വായിൽ വെള്ളം ഒലിപ്പിച്ചിട്ട് പിന്നാലെ നടക്കുന്ന പരിപാടിയാണ്. ഒരു കർമ്മം കൺട്രാവി പാട്ടും ഉണ്ട് അതിന്റെ ഒപ്പം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടു തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീട് അങ്ങോട്ട് അടിപൊളിയാണെന്നല്ല, പിന്നീട് അത്യാവശ്യം കോമഡി ഉണ്ട്, പിന്നെ വെറുപ്പിക്കല്, പിന്നെ കോമഡി ഉണ്ട്, വെറുപ്പിക്കല്, അങ്ങനെയാണ് ഈ പടം പോണം. സോ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, വെണ്ണില കിഷോറാണ് കിട്ടിലനായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ നായകന്റെ അസിസ്റ്റന്റ് ആണ്. പക്ഷെ ആളുടെ തഗ് കോമഡി കൗണ്ടേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ആളുള്ളതുകൊണ്ട് മാത്രം കുറച്ച് ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൽ നമ്മുടെ നായകൻ ഒരുത്തി ഇഷ്ടമാണ്. നമ്മുടെ ഇവാനയ്ക്ക് വന്നിട്ട് ഈ നായകനെ ഇഷ്ടമാണ്. പിന്നീട് നടക്കുന്ന ലവ് ട്രയാങ്കിളും കാര്യങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ടുവേർഡ്സ് എൻഡ് ഒക്കെ ആകുമ്പോഴേക്ക് തട്ടിക്കൂട്ട് പരിപാടിയിൽ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. സോ എന്തിനാണ് ഇങ്ങനെ അവസാനിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവാന ആദ്യമൊക്കെ വന്നപ്പോൾ അത്യാവശ്യം രസമുണ്ടായിരുന്നു. പിന്നെ ഇവാനി തുടങ്ങി വെറുപ്പിക്കല്. എനിക്ക് മനസ്സിലാവാത്ത, അത്രയും നേരം നായകന് വെറുപ്പുള്ള ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ ബില്ല് കെട്ടിയപ്പോഴേക്കും പെട്ടെന്ന് പ്രേമം തോന്നാൻ എന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മനമേ പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ് ഇപ്പൊ ആഹായിൽ അവൈലബിൾ ആണ്. ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് വൈബും അതേപോലത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. അതൊന്നും ഈ സിനിമയ്ക്കില്ല. സോ ആ സിനിമ വേണ്ടവര് തെലുങ്ക് ഭാഷ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്, തമിഴ് ഭാഷ ആഹയിൽ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. സോ വേണേ കണ്ടു നോക്കാം. ടൈം പാസ് പടം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. ശ്രീ വിഷ്ണു ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അൺസഹിക്കബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ സമയമുള്ളവർ കണ്ടു നോക്കാം.